നമസ്കാരം. ഫേസ് ടു ഫേസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ ശ്രീ റോണി റാഫേൽ സാറാണ്. ചുഴി എന്ന ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാറാണ്. നമുക്ക് സാറിനോട് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ചുഴി എന്ന ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സാറാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഈ വർക്കിലെ എക്സ്പീരിയൻസ്? ശരിക്കും പറഞ്ഞാൽ അതൊരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു മൂവിയാണെന്ന് എനിക്ക് തോന്നിയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. അത് മാക്സിമം നല്ല രീതിയിൽ, പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യമേ വർക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നമുക്ക് എന്തെങ്കിലും മ്യൂസിക് ചെയ്യാനുള്ള അങ്ങനത്തെ വർക്കുകളോടാണ് എനിക്ക് താല്പര്യം. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് കുറച്ച് ചെയ്യാനുള്ള വർക്കാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിനകത്തൊരു എഫേർട്ട് ഇടുക, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എനിക്ക് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഡയറക്ടർ പുതിയ ഡയറക്ടറാണ്, ലേഡി ഡയറക്ടറാണ്. പക്ഷേ ഇതെനിക്കൊരു ഫസ്റ്റ് ടൈം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ എനിക്കും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിന്റ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്കായി. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പം ഡയറക്ടറായിട്ട് ഏറ്റവും കൂടുതൽ സിങ്ക് ആവണം. സിങ്കായില്ലെങ്കിൽ അത് വർക്ക് നന്നാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിങ്ക് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധ്യതകൾ തെളിഞ്ഞു വരും. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്നായി ചെയ്തു എന്നാണ് വിശ്വാസം. പ്രിയദർശൻ സാറിനെ പോലുള്ള ലെജൻഡ് സംവിധായകരോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സർ. സുമി പ്രശാന്തിനെ പോലെ ഒരു പുതുമുഖ സംവിധായിക വന്നപ്പോൾ ഈ സബ്ജക്റ്റ്, അതും ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് ആദ്യം സാറിന്റെ മുന്നിലേക്ക് ഷോർട്ട് ഫിലിം ആണെന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നീടാണ് അതൊരു ഫിലിമായി മാറുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വർക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം? ഇതില് പുതുമുഖം എന്നുള്ളതല്ല. പ്രിയൻ സാറിനെ പോലെയുള്ള ഒരു ഡയറക്ടറിന്റെ പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഒരു പടത്തിലെങ്കിലും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ 7ാമത്തെ സിനിമ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പും 3-4 പടങ്ങൾ ഞാൻ അസിസ്റ്റൻ്റായിട്ട് ശ്രീമാറായിട്ട് മ്യൂസിക് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. പിന്നെ മാത്രമല്ല, ഞാനും ഒരു പുതുമുഖമായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ ഒരാൾ എനിക്ക് ചാൻസ് തന്നിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയത്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. പുതുമുഖമാണെങ്കിലും കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു നല്ല ഒരു പ്രോജക്റ്റ് ആണെന്ന് എന്നെ ആദ്യം വിളിക്കുന്നത് നമ്മുടെ കലാഭവനിലെ അദ്ദേഹമാണ്. പുള്ളി വിളിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. അത് എപ്പോഴും നമുക്ക് സാമ്പത്തികം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല. പക്ഷെ നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ അറിയുന്നിടത്താണ് അപ്പം ഇന്നൊരു പ്രോജക്റ്റ് ചെയ്തത്. ഇപ്പം നമ്മൾ എത്ര വലിയ പൈസയുള്ള പ്രോജക്റ്റ് ചെയ്താലും ആ പടം വിജയിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതേസമയം നമ്മൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇതാണ്. പക്ഷെ ആ പടത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പുറത്തെല്ലാവരും അറിയുമ്പോൾ കിട്ടുന്ന ഒരു പ്രിവിലേജ്, ഒരു പ്രസ്റ്റീജ്, അങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പം അതിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പണത്തെക്കാട്ടിയൊക്കെ കൂടുതൽ നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ ഈ ലിമിറ്റഡ് ഇത് വെച്ചിട്ട് ചെയ്തതാണ് ഡയറക്ടർ. അത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷെ ആ പരിമിതികളെയൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ ആ ഐഡിയ അല്ലെങ്കിൽ ആ സ്റ്റോറി വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യാമറ വർക്കും അത്യാവശ്യം നല്ല മേക്കപ്പും കാര്യങ്ങളും ആ ലൊക്കേഷനും ഒക്കെ അതിൻ്റെ അകത്തൊരു സോളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പ്രോജക്റ്റിലേക്ക് എങ്ങനെയെങ്കിലും നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കട്ടെ എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്. അതിൽ ഒരു വലിയ ഡയറക്ടറെന്നോ ചെറിയ ഡയറക്ടറെന്നോ എന്നുള്ളതെന്ന് ഞാൻ ആരെയും അങ്ങനെ നോക്കാറില്ല. മറ്റേതൊക്കെ എൻ്റെ ഭാഗ്യമായി, ഈ വന്നു ചേരുന്ന എല്ലാ പ്രോജക്റ്റുകളും എൻ്റെ ഭാഗ്യമായേ ഞാൻ കരുതാറുള്ളൂ. മീൻസ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്നിലേക്ക് എത്തുമ്പോൾ പിന്നെ നല്ല ഒരു തിരിച്ച് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ വലുതാണോ ചെറുതാണോ ഞാൻ ചിന്തിക്കാറില്ല. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ ഫാക്ടർ എന്തായിരുന്നു ആദ്യം ഇതിന്റെ ഈ വർക്കുമായി വരുന്ന സമയത്ത്? അല്ല, അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ ഇതൊക്കെ മൂവി കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചെയ്തിരിക്കുന്ന ആ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് എല്ലാം നൈറ്റാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റും എല്ലാം എനിക്കതൊരു വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. ആ സബ്ജക്റ്റാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്.
പിന്നെ ബാക്കിയെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒട്ടേറെ അവാർഡുകൾ നേടിയിട്ടാണല്ലോ ചൂഴി ഇപ്പോൾ റിലീസിങ്ങിന് ഒരുങ്ങുന്നത്. അതിൽ ഒന്ന് ബാങ്കോക്ക് ഫിലിം ഫെസ്റ്റിവലിൽ അതിൽ മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറിനുള്ള അവാർഡ് കിട്ടിയത് സാറിനാണ്. ഇത്തരം ഒരു അവാർഡ്, ഇത്തരമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെക്കഗ്നിഷൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ? അതുപോലെ തന്നെ ഈ ബാങ്കോക്ക് അവാർഡ് ആയാലും അത് എപ്പോഴാണ് അതേക്കുറിച്ച് അറിയുന്നത്? നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്, അതൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരുന്നതാണ്. അങ്ങനെ ഒരു അവാർഡും പ്രതീക്ഷിച്ച് ഞാൻ ഇതുവരെ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ദൈവാനുഗ്രഹിച്ച് എനിക്ക് പല രീതിയിലും പല അവാർഡുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ദൈവാനുഗ്രഹമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഈ ചുഴി എന്ന് പറഞ്ഞ പ്രോജക്റ്റിനും എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് വളരെയധികം സന്തോഷം. പിന്നെ ബാങ്കോക്ക് ഫിലിം ഫെസ്റ്റിവലിൽ ഇപ്പം ഇങ്ങനെ ഡെഫിനറ്റ്ലി ഇതേപോലെയുള്ള കുറേ അവാർഡ്സിന് അയക്കും. അപ്പം ഞാൻ അങ്ങനെ ഇതിന് കിട്ടുന്നോ അല്ലെങ്കിൽ ബാങ്കോക്ക് ഫെസ്റ്റിവലിന് അയച്ചിരുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിൻ്റെ അവാർഡ് കിട്ടിയ സമയത്ത് ഡയറക്ടർ എന്നെ അറിയിക്കേണ്ട. ആ സമയത്ത് ഞാൻ US ഷോയിലായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അവിടെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്തു. അതിൻ്റെ ചിലവുകൾ ഈ ദിവസങ്ങളിൽ നടത്തണം എന്ന് പറഞ്ഞ് അന്ന് ഷോയിൽ എല്ലാവരും ബഹളം വെക്കുന്നുണ്ട്. ഡയറക്ടർ വന്നുകൊണ്ട് ആ കാശ് ഞാൻ മേടിക്കും, പിന്നെ ബാങ്കോക്കിൽ എന്നെ കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്തോഷം വളരെയധികം ഉണ്ട്. പിന്നെ ഡയറക്ടറിന് ഒരുപാട് ഡെബ്യൂ അവാർഡ് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞത് വളരെ സന്തോഷം. അത് ഓബ്വിയസ്ലി ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ്. ആ ഒരു കാര്യം പ്രതീക്ഷിച്ചു. കാരണം അത് ആദ്യമായിട്ട് ചെയ്ത വർക്കാണ്. ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, അങ്ങനെ തോന്നിയിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പല അവാർഡുകൾ ലഭിച്ചു എന്ന് പറഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. അതിൻ്റെയും ചിലവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നട്ടെല്ലാണല്ലോ. അപ്പോൾ ഒരു ഹൊറർ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് സാർ ശ്രദ്ധിക്കാറുള്ളത്? ഹൊറർ സിനിമ എന്നുള്ളതല്ല, എല്ലാ സിനിമകൾക്കും അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ മ്യൂസിക് ചെയ്യുക എന്നുള്ളതാണ്. മ്യൂസിക് എപ്പോഴും നമ്മൾ ഒരു സിനിമയെ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിനെ ഓവർഡു ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. അൺലെസ് ആ ഡയറക്ടർ ചില ഏരിയാസിൽ നമുക്ക് ഡ്രാമ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നതല്ല. അല്ലെങ്കിൽ നമ്മൾ ആ സീനൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുത്താൽ മതി. വിഷ്വലി അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ്. പിന്നെ ഹൊറർ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആംബിയൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൗണ്ടിങ് ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രിയൻ സാറിൻ്റെ പടം ചെയ്തപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു സൗണ്ട് ഡിസൈനാണ്. പിന്നെ അതൊരു വളരെ ലാർജ് സ്കെയിലായിട്ടുള്ളൊരു മൂവിയാണ്. ഇത് നമ്മുടേത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മളെന്നാലും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് അധികം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ട്രാക്ക് വേറെ പോയിട്ടുണ്ട്. ഹൊറർ സ്ഥലത്തൊക്കെ കുറച്ചൊരു ഡാർക്ക് ഒരു ആംബിയൻ കൈൻഡ് ഓഫ് മ്യൂസിക്കും അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് സൈലൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സൈലൻസ് ഒരു മ്യൂസിക്കായിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്യാറ്. സോ അങ്ങനെയുള്ള രീതിയിൽ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ പറയുന്ന കണക്ക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഇതിൽ റിവെഞ്ച് ഉണ്ട്. അപ്പോൾ പല മൂഡ്സും ഈ ചുഴിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പാറ്റേൺ ഞാൻ അതിനാവശ്യമായ രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഈ പടത്തിൻ്റെ പാറ്റേൺ അതാണ്. ഒരു പുതുമുഖ സംവിധായിക എന്ന നിലയിൽ സുമി പ്രശാന്തിന് സാർ എന്തെങ്കിലും സജഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു? സജഷൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ പടം സിനിമ കാണുമ്പോൾ നമ്മുടേതായിട്ട് എന്തെങ്കിലും തോട്ട്സ് വരികയാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതിപ്പം ആരടുത്താണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ അതെങ്ങനെ ആക്കിക്കൂടെ അല്ലെങ്കിൽ അവിടെ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. ചിലവരത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് വളരെ സന്തോഷത്തോടു കൂടി. അപ്പോൾ ഇതിലും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ സുമിയായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെറിയ തിരുത്തലുകൾ ഉണ്ടായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അത് നമ്മളിപ്പോൾ ഈ ഇത്രയും നാൾ ചെയ്ത് വന്ന ചെറിയ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് നമുക്ക് ചില കാര്യങ്ങൾ തോന്നും ചില രീതിയിലൊക്കെ. അങ്ങനെ ഉള്ളത് അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചിലവരത് വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ സ്വീകരിച്ചു. പക്ഷേ അത് നല്ലൊരു സജഷനാണെന്ന് എനിക്ക് പിന്നെ അത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അത് ആ സജഷൻസ് ഫിലിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നീട് പ്രിവ്യൂ ഷോയ്ക്ക് ഉണ്ടായിരുന്നു. പ്രിവ്യൂ ഷോയ്ക്ക് ഞാൻ ഇല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. പിന്നീട് അത് ആ സജഷൻ ഉൾപ്പെടുത്തിയതിൽ തീർച്ചയായും അത് ഉൾപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു സജഷൻ ഉൾപ്പെടുത്തിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതൊരു വളരെ സന്തോഷം തോന്നി. കൊമേഴ്ഷ്യൽ ഫിലിംസിനേക്കാൾ കൂടുതലായി നോൺ കൊമേഴ്ഷ്യൽ ഫിലിംസിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അല്ലെങ്കിൽ മ്യൂസിക്കിനുള്ള ക്രിയേറ്റിവിറ്റി ചാൻസസ് കൂടുതലാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ?
ക്രിയേറ്റിവിറ്റി രണ്ടിലും ഉണ്ട്. കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലും ക്രിയേറ്റ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ അപ്രോച്ച് ഡിഫറെൻ്റാണ്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന തിയേറ്ററിൽ 2.5 മണിക്കൂർ ആസ്വദിക്കാൻ അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ആ സിനിമയ്ക്ക് വേണ്ടതും ചിലപ്പോൾ അഡീഷണൽ കുറച്ച് ഡ്രാമ ഫീലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ കുറച്ച് ഇപ്പോൾ ഹീറോയിസം വേണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ഹീറോയിസം കൈൻഡ് ഓഫ് മ്യൂസിക്, അല്ലെങ്കിൽ വില്ലനാണ്, എല്ലാ രീതിയിലും കുറച്ച് പമ്പ് ചെയ്തുള്ള മ്യൂസിക്. ഇതേ കാര്യം നമ്മൾ ഒരു നോൺ കൊമേഴ്ഷ്യൽ മൂവി ആണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും, കുറച്ച് സട്ടിലായിട്ടായിരിക്കും. പിന്നെ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ള നമ്മൾ നോൺ കൊമേഴ്ഷ്യൽ ഫിലിം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഫ്രീഡം യൂസ് ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട്. ഇപ്പം നമ്മൾ മ്യൂസിക്കിൽ ചിലപ്പോൾ വളരെ വലിയൊരു ഓർക്കസ്ട്രേഷൻ അല്ലാതെ സിംഗിൾ ടോണായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ വോയിസ് കൊണ്ട് മാത്രം നമ്മളതിൽ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഫ്ലൂട്ട് മാത്രം മതി എന്നുള്ള, ഇപ്പോൾ നമ്മളൊരു കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ചിലപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ബാക്കിങ്ങിലൊക്കെ ഉണ്ടാവും. ഇത് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇത് മാത്രം മതിയാവും, എനിക്ക് ചിലപ്പോൾ ഒരു ശ്രുതി മാത്രം മതിയാവും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രിയൻ സാറിൻ്റെ കാഞ്ചീപുരം എന്ന് പറയുന്ന നാഷണൽ അവാർഡ് കിട്ടിയൊരു സിനിമ, അത് എം ജി ശ്രീകുമാരേട്ടനാണ് മ്യൂസിക്, ഞാനാണ് അസിസ്റ്റ് ചെയ്തത്. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ എൻ്റെ കരിയറിൽ തന്നെ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യവും അനുഭവമൊക്കെ ആയിരുന്നു. അതിന് ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ അങ്ങനെയുള്ളൊരു മ്യൂസിക്കൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അന്നും പ്രിയൻ സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു കണ്ണടച്ചിരുന്ന് ആ മ്യൂസിക് കേട്ടാൽ ആ സീൻ നമ്മുടെ മനസ്സിലൂടെ പോകണം. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എല്ലാ കൊമേഴ്ഷ്യൽ പടത്തിലും നമുക്ക് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതാകുമ്പോൾ നമുക്ക് ആ മ്യൂസിക് കൊണ്ട് ആ സീൻ ഫീൽ ചെയ്യിക്കാൻ പറ്റണം. അപ്പോൾ അത്ര ചിലപ്പോൾ റോ ആയിട്ടുള്ള എന്തെങ്കിലും വോയിസ് ആയിരിക്കും നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റിവിറ്റി സാധ്യതകൾ നോൺ കൊമേഴ്ഷ്യൽ ഫിലിംസിന് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പിന്നെ വന്ന സിനിമകളിൽ ഞാനത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതെല്ലാം എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും ഓരോ സിനിമയും ഓരോ പാഠമാണ്, ഓരോ പാഠപുസ്തകം പോലെ. അപ്പോൾ നമ്മളത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന ഹൈവാൻ എന്ന് പറയുന്ന പടവും വേറൊരു പാറ്റേണാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഭൂത് ബംഗ്ല പോലത്തെ ഒരു പാറ്റേണിലല്ല ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു ഓർക്കസ്ട്രേഷനൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഇത് ചുഴി പോലൊരു ചെറിയ ചിത്രം സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങളിലൊന്നും ഇത് തന്നെ ആവാമല്ലേ? ഒരിക്കലും ഒന്നിനെയും ചെറുതായിട്ട് കാണുന്നില്ല. ചെറിയ ചിത്രം വലിയ ചിത്രം എന്നുള്ളതല്ല. പ്രിയദർശൻ സാറിന്റെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഇതൊരു ചെറിയ ചിത്രമാണല്ലോ അത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്കെയിൽ അനുസരിച്ച് വളരെ ചെറിയ ചിത്രമാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ കാണുന്നത് എല്ലാത്തിനെയും വലുതായിട്ട് തന്നെയാണ്. അങ്ങനെ വലുതായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ആ പ്രോജക്റ്റിലേക്ക് എത്താമുള്ളൂ. ചുഴിയിൽ പക്ഷേ നമ്മൾ അങ്ങനെ കുറച്ച് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റുള്ള മ്യൂസിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ഷെയ്ഡിന് ആ രീതിയിലുള്ളതും ഞാൻ പറഞ്ഞില്ല, അതിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, റിവെഞ്ച് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു മ്യൂസിക് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഫൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ ആ ചുഴി സിനിമയിലുണ്ട്. നമുക്ക് ഷോക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒരുപാടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പാറ്റേൺ നമ്മളതിൽ പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു രീതിയിലുള്ളൊരു വർക്കാണ്. സംവിധായകയെ പോലെ തന്നെ ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും പുതുമുഖങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സർ ഈ വർക്ക് കണ്ടപ്പോൾ അവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിലെ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ ഒട്ടുമുക്കാൽ ആൾക്കാരും പുതുമുഖങ്ങളാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് അന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നും പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. കുട്ടിയടക്കം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഉള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അപ്പോൾ അത് കാസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഭംഗിയാണ്. അത് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ടെക്നിക്കൽ സൈഡും ഈ പറയുന്ന പോലെ എഡിറ്റിംഗ് ആണെങ്കിലും എൻ്റെ ക്യാമറ ലൈറ്റിംഗ് ഒക്കെ എനിക്ക് വളരെ അധികം അന്നേ നോട്ട് ചെയ്തതാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടാലിറ്റി ആണല്ലോ ഡെഫിനറ്റ്ലി ഇത്രയും അവാർഡുകൾ
ചുഴിക്ക് കിട്ടുക എന്നുള്ളത് എല്ലാം കൂടി ഒത്തു വന്നത് കൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും റെക്കഗ്നിഷൻ കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ DI വേർഷൻ ഞാൻ കണ്ടില്ല, എന്നാൽ പോലും അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ലൈറ്റിംഗ് പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ക്യാമറ വർക്ക്. അപ്പോൾ ഇതൊരു ടോട്ടാലിറ്റിയാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഈ പടത്തിന് ഡയറക്ടറിന് തന്നെ ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് റെക്കഗ്നിഷൻ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഇതും ആ പടത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. ഈ ചിത്രത്തിന്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അതിലെ നായികമാരിൽ ഒരാളുടെ ശബ്ദം എന്റേതാണ്. അതറിഞ്ഞു. അത് ഭയങ്കര ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു മോശമായിപ്പോയി എന്നൊക്കെ. ഡയറക്ടർ പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞു ഡബ്ബിങ് ശരിയായില്ല എന്നാണ്. ഒക്കെ കുഴപ്പമില്ല, വെറുതെ പറഞ്ഞതാണ്. ഡബ്ബിങ് എല്ലാം അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. അല്ല, മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരുന്നു. ഫേസ് ടു ഫേസിന്റെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ചുഴി എന്ന് പറയുന്ന ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മിറക്കിൾ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണണം. എല്ലാവർക്കും കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യണം. കുറേ പുതിയ ആൾക്കാരുടെ ഒരു സംരംഭമാണ്. അതിൽ ഭാഗമായി കഴിഞ്ഞതിലുള്ള സന്തോഷവും ഞാൻ പ്രകടിപ്പിക്കുന്നു. എന്താണെങ്കിലും ഇത് നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. എല്ലാവരും ഇത് വാച്ച് ചെയ്യുക. സാറിന് ഇനിയും ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ. ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഫേസ് ടു ഫേസിന്റെ മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കാണാം.